ഇലക്ട്രോ ഐ.ടി.ഐയിലെ ഇലക്ട്രിക്കൽ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സാമുകളെല്ലാം കഴിഞ്ഞു, ഓൺലൈൻ എക്സാം കഴിഞ്ഞു, തിയറിയൊക്കെ അറ്റൻഡ് ചെയ്തു. ഏകദേശം എല്ലാവരും അറ്റൻഡ് ചെയ്തു, വളരെ കുഴപ്പമില്ല. ഫീഡ്ബാക്ക് വളരെ ഉഷാറായിരുന്നു. അപ്പോൾ ഏകദേശം ഫീഡ്ബാക്കുകളൊക്കെ നമുക്ക് കിട്ടി തുടങ്ങി. കുട്ടികളൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു, കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ കുറഞ്ഞ ടഫ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് പഠിക്കാത്തതിൻ്റെ ഒരു കുറവാണ്. പഠിക്കുന്നവർക്കൊക്കെ വളരെ ഈസി ആയിരുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് പ്രാക്ടിക്കൽ കുറച്ച് ആയിട്ടുള്ളൂ. ഇനി നമ്മൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ മുന്നോട്ട് പോയിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഏത് വരെ എന്നുള്ളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ട് നിങ്ങളെ ഇൻഫോം ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രാക്ടിക്കൽ എക്സാം നടത്താം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ELCB ആണ്, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കറാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ MCB പഠിക്കുകയുണ്ടായി. MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, സിംഗിൾ പോൾ MCBയും ഡബിൾ പോൾ MCBയും ട്രിപ്പിൾ പോൾ MCBയും പഠിച്ചു. സിംഗിൾ പോളും ഡബിൾ പോളും സിംഗിൾ ഫേസിലും, ട്രിപ്പിൾ പോൾ 4 പോള് 3 ഫേസിലുമാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഓരോ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ സർക്യൂട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മൾ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ELCB എന്ന് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. എന്താണ് നമ്മൾ ELCBയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, എന്താണ് അതിൻ്റെ ഘടന, എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, ഏതൊക്കെ കറണ്ട് കപ്പാസിറ്റിയിലാണ് ലഭിക്കുന്നത്, ഏതൊക്കെ ബ്രാൻഡുകളാണ് നമുക്ക് ലഭിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, എന്താണ് ELCB ഒരു സർക്യൂട്ട് കണ്ടിട്ടുള്ള ഗുണങ്ങൾ, അതിൻ്റെ ദോഷങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുകയും സംശയമുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് സംബന്ധിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ELCB ഇപ്പോൾ നമ്മൾ സുപരിചിതമായി കേൾക്കുന്ന ഒരു വാക്കാണ് ELCB. അധിക വീടുകളിലും അധിക ബിൽഡിങ്ങുകളും നമ്മൾ വയറിംഗ് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രീഷ്യനെ അല്ലെങ്കിൽ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ELCB കാണുന്നത്. ELCB വയറിംഗ് വളരെ പെർഫെക്റ്റ് ആണ്, ക്ലിയർ ആണെങ്കിൽ ELCB സൂപ്പറാണ്, കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യും. നമ്മുടെ വയറിങ്ങിൽ എന്തെങ്കിലും ഫോൾട്ടുകൾ അല്ലെങ്കിൽ വയറിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ എന്തെങ്കിലും ഫോൾട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ELCB വർക്കിംഗ് ആവില്ല, ട്രിപ്പായിരിക്കും. അതായത് കറണ്ട് ഫെയിലിയർ ആവും. അതായത് മോട്ടറോ വാഷിംഗ് മെഷീനോ മൈക്രോ ഓവനോ അല്ലെങ്കിൽ ഫാനോ അല്ലെങ്കിൽ ബൾബുകളോ ഹാൻഡ് ബോക്സോ ഇതുപോലത്തെ ഉപകരണങ്ങൾ എന്തെങ്കിലും എർത്തിലേക്കോ ന്യൂട്രലിലേക്കോ മിസ്കണക്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ELCB നിൽക്കില്ല. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് അഡീഷണൽ ആയിക്കൊണ്ട് വയറിംഗ് കണക്ഷൻ എടുക്കുമ്പോൾ ഫേസ് ELCB കൂടെയും ന്യൂട്രൽ ഡയറക്റ്റ് എടുക്കുമ്പോഴും ട്രിപ്പ് ആവും. അങ്ങനെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും വരുന്ന ഒരു സംഭവബഹുലമായ ഒരു ഇലക്ട്രിക്കൽ ഉപകരണമാണ് ELCB. ചില ഇലക്ട്രീഷ്യന്മാർ ELCB ഡയറക്റ്റ് കൊടുക്കാറുണ്ട്, എന്നാൽ തലവേദന ഉണ്ടാവില്ലല്ലോ എന്ന്. ELCB വളരെ അത്യാവശ്യമാണ്, നല്ലതാണ്. ഇപ്പോൾ KSEB ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. ഏത് ഇലക്ട്രിക്കൽ കണക്ഷൻ KSEB പുതിയത് കൊടുക്കണമെങ്കിലും ELCB ഇല്ലാത്ത ഒരു വയറിങ്ങിലേക്ക് KSEB സപ്ലൈ കൊടുക്കുകയില്ല. ഇത് ഈവൻ ഒരു ടെമ്പററി കണക്ഷൻ, താൽക്കാലിക പണിക്ക് വേണ്ടിയിട്ട് ഒരു പവർ പ്ലഗ് വെച്ച് നമ്മൾ മെയിൻ സ്വിച്ച് വെച്ച് കണക്ഷൻ കൊടുക്കുന്ന ഈവൻ വയറിങ് ഒരു ബോർഡിൽ ചെയ്യുന്ന വയറിംഗ് ആണെങ്കിൽ പോലും ELCB മസ്റ്റാണ്. ELCB വെക്കുകയും അത് നല്ല ബ്രാൻഡഡ് വെക്കുകയും അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ KSEB സമർപ്പിക്കുകയും വേണം. എങ്കിൽ അവർക്ക് ആ കമ്പനിയുടെയും ആ സീരിയൽ നമ്പർ പ്രകാരം ഇവർ സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ ആ സെയിം ELCB ആണോ സൈറ്റിലുള്ളത് എന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഇപ്പോൾ എടുക്കുന്ന എല്ലാ ബിൽഡിങ്ങുകളും എല്ലാ വയറിങ്ങുകൾക്കും ELCB സിംഗിൾ ഫേസ് ആയാലും 3 ഫേസ് ആയാലും മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ELCB നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഇലക്ട്രിക്കൽ ഉപകരണമായിട്ട് മാറുന്നുണ്ട്. എന്താണ് ELCB എന്നതിനെ കുറിച്ചുള്ള ഡെഫിനിഷനാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. An earth leakage circuit breaker ELCB is a device used to detect current leaking to earth from an installation with high impedance to prevent shock. അതായത് നമ്മൾ എർത്തിലേക്കുള്ള എന്തെങ്കിലും ലീക്കേജ് ഫോൾട്ടോ ഉണ്ടെങ്കിലും
ഷോക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ELCB. അത് ഫിഗറിൽ കാണുന്നത് രണ്ട് തരത്തിലുള്ള ELCB, ഒന്ന് സിംഗിൾ ഫേസ് ELCB, ഒന്ന് ത്രീ ഫേസ് ELCB. സിംഗിൾ ഫേസ് ELCBക്ക് രണ്ട് പോളാണ്, 2 പോളാണ് ഉണ്ടാവുക. ഒരു ഫേസും ഒരു ന്യൂട്രൽ ഇന്നും ഒരു ഫേസ് ന്യൂട്രൽ ഔട്ടും. ത്രീ ഫേസ് ELCBക്ക് 4 പോൾ ഉണ്ടാവും, 3 ഫേസും ഒരു ന്യൂട്രലും ഉണ്ടാവും. 3 ഇന്നും 4 ഇന്നും 4 ഔട്ടും. ഇതിൽ ഒരു മഞ്ഞ ബട്ടൺ കാണും, ടെസ്റ്റ് ബട്ടൺ, നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കാം. അടിയിലേക്കാവുമ്പോൾ ഓഫായിട്ടും ഈ ബ്ലാക്ക് നോബ് മുകളിലേക്ക് ആകുമ്പോൾ ഓൺ ആയിട്ടും വരും. എന്തെങ്കിലും ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ നോബ് ട്രിപ്പ് ആവും. ഇത് സിംഗിൾ ഫേസ്, ത്രീ ഫേസ്. ELCBൻ്റെ ഒരു ചെറിയ ഒരു ഉപയോഗം തുടങ്ങിയതുപോലെ ഒരു ഹിസ്റ്ററി മീൻസ് ഒരു ചെറിയ കാലഘട്ടം മുതൽ ഉണ്ടായത്. ELCB നമ്മൾ വോൾട്ടേജ് ELCB എന്നും കറണ്ട് ELCB എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 60 വർഷം മുമ്പായിട്ടാണ് വോൾട്ടേജ് ELCB നമ്മളെ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തത്. കറണ്ട് ELCB ഏകദേശം ഒരു 40 വർഷത്തിന് മുന്നേ ലോഞ്ച് ചെയ്തത്. അതിനു മുന്നേ നമ്മൾ ഫ്യൂസുകളും കിറ്റ്കാറ്റ് ഫ്യൂസുകളും എല്ലാമാണ് ഉപയോഗിച്ചത് മെയിൻ സ്വിച്ച്. പിന്നെ നമ്മൾ അധിക വർഷം കൂടി നമ്മൾ ELCBകൾ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ സർക്യൂട്ടായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ പല പേരിൽ നമ്മൾ അറിയപ്പെട്ട് വരുന്നുണ്ട്. IEC decided to apply terms residential circuit device RCD, different current operated ELCBs. രണ്ട് മോഡൽ വരും. Residential current reference to many current over and above the load current. അപ്പോൾ ലോഡ് കറണ്ട് വരുമ്പോൾ എല്ലാ വ്യത്യാസങ്ങൾ വരും. ELCB മാർക്കറ്റിൽ നമുക്ക് പല ബ്രാൻഡുകളിലും ലഭിക്കുന്നുണ്ട്. ബ്രാൻഡിനനുസരിച്ച് തന്നെ അതിൻ്റെ വിലയിലും വളരെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് നമ്മൾ വളരെ മാർക്കറ്റിൽ ലീഡിംഗ് ആയി നിൽക്കുന്ന കമ്പനികളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ലെഗ്രാൻഡ്, ആവൽസ്, ABB, ബ്രൗൺ ബോറോവേ, ABB, ക്യാപ്ട്രി, സീമെൻസ്, സ്നൈഡർ ഇലക്ട്രിക്, വീഗാർഡ്, ഇത്രയും കമ്പനികൾ നമ്മൾ ELCBയിൽ നല്ല ബ്രാൻഡും ലീഡിങ് നെയിമുകളും. ഇത് കൂടാതെ നമുക്ക് HPL എന്ന ബ്രാൻഡുണ്ട്, കോണ എന്ന ബ്രാൻഡുണ്ട്, സ്റ്റാൻഡേർഡ് എന്ന ബ്രാൻഡുണ്ട്. അങ്ങനെ കുറേ ബ്രാൻഡുകൾ വേറെയും വരുന്നുണ്ട്. ഇതെല്ലാം ഏകദേശം സിംഗിൾ ഫേസ് ELCBക്ക് 1300 മുതൽ 1900 വരെ ബ്രാൻഡിന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു മീഡിയം റേഞ്ച് വരുന്നതിന് 1000 മുതൽ 1500 രൂപ വരെ വരുന്നുണ്ട്. അതിൽ കുറഞ്ഞത് 500 രൂപ മുതൽ 1000 രൂപയുടെ ഇടയിൽ കുറഞ്ഞ ഐറ്റം ELCBകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കുറഞ്ഞ ഐറ്റം ELCBകൾ കോണ്ടാക്റ്റുകളും സ്പ്രിങ്ങുകളും ഒന്നുമല്ല, മഴത്ത് പെർഫെക്റ്റ് ആവില്ല, റിലേ അത്ര സ്മൂത്ത് ആയിരിക്കില്ല, പെട്ടെന്ന് ട്രിപ്പ് ആയിക്കൊള്ളണമെന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇലക്ട്രിക്കൽ വർക്ക് നമ്മളൊരു വീടായാലും സൈറ്റായാലും എന്തായാലും ഉപയോഗിക്കുമ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ELCB ഒരു വീടിന് അല്ലെങ്കിൽ ഒരു കറണ്ടിന് ഒരു സർക്യൂട്ടിന് ഒരു ELCB ആണ് മസ്റ്റായിട്ട് വേണ്ടത്. അത് നല്ല സാധനം വെക്കുക, ബ്രാൻഡഡ് വെക്കുക. അതല്ലാതെ എല്ലാത്തിനും വില കൂടിയ സാധനം വെച്ചിട്ട് ELCB മാത്രം കുറഞ്ഞ ഐറ്റം വെച്ചിട്ട് കാര്യം. The main purpose of earth leakage protects to prevent human and animals due to electric shock. മനുഷ്യനായാലും മൃഗങ്ങൾക്കായാലും ഇലക്ട്രിക് ഷോക്കിൽ നിന്ന് സംരക്ഷണം കൊടുക്കാനാണ് മെയിനായിട്ട് ELCB ഉപയോഗിക്കുന്നത്. രണ്ട് തരത്തിലുള്ള ELCB ഉണ്ട്. ഒന്ന് വോൾട്ടേജ് ELCB, അടുത്തത് കറണ്ട് ELCB. വോൾട്ടേജ് ELCB എന്നാൽ എന്താണുള്ള ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം. കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. 1 terminal of the relay coil is connected to metal body of equipment to be protect against earth leakage, and other terminal connected to
എർത്ത് ഡയറക്റ്റ്ലി. അതായത് ഇതിൻ്റെ ടെർമിനലിൽ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ അടുത്ത ടെർമിനലിൽ എർത്തിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇന്റേണലി. If any installation failure occurs or leaf phase wire touches to metal body of equipments, there must be a voltage difference appears across the terminals of coil connected to a equipment's body in earth. ഇതിൻ്റെ ബോഡിയുമായി ടച്ച് ചെയ്താൽ ട്രിപ്പ്. This voltage difference protects current to flow the relay coil. ഇതിൽ ഒരു ഡിഫറൻസ് വോൾട്ടേജിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഫ്ലോ വരുമ്പോൾ റിലേ കോയിലിൽ ട്രിപ്പിംഗ് വരും. ഇഫ് ദ വോൾട്ടേജ് ഡിഫറൻസ് പ്രോസസ് എ പെർമിറ്റഡ് ലിമിറ്റഡ് ജനറലി 50 volt, the current through the relay becomes sufficient to equip the relay for tripping the associated circuit breaker to disconnect the power supply to the equipments. ഒരു 50 വോൾട്ട് കോയിൽ വന്നു കഴിഞ്ഞാൽ അത് ട്രിപ്പാളുള്ളതിൽ സെൻസ് ചെയ്തിട്ടുണ്ട്. വോൾട്ടേജ് റിലേൻ്റെ നമ്മൾ സർക്യൂട്ട് ജസ്റ്റ് കാണുന്നത് 3 ഫേസ് ELCBയുടെ സർക്യൂട്ടാണ്. RYB ഫേസും N ന്യൂട്രലുമാണ്. അതിന് ഇന്ന് കൊടുക്കുക. പിന്നെ ലോഡ് പറഞ്ഞാൽ നമുക്ക് അതിലേക്കുള്ള 3 ഫേസ് ഉപകരണമാണ് ലോഡായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മോട്ടറുകളോ വീടുകളോ പ്രഷറുകളോ എല്ലാം വരും. അതിന് ആ ലോഡിൽ നിന്ന് ഒരു ബോഡിയിൽ നിന്ന് എർത്തിങ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ റിലേ വഴി ഒരു എർത്തിങ് കൊടുത്തിട്ടുണ്ടാവും. ഇന്ത്യയിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ റിലേയിൽ കറണ്ട് ഫ്ലോ കൂടിക്കഴിഞ്ഞാൽ ഈ റിലേയിലുള്ള കറണ്ട് ഫ്ലോ പോകുമ്പോൾ ട്രിപ്പിംഗ് പോകും. വോൾട്ടേജ് ELCBൻ്റെ ഗുണങ്ങൾ: ലെസ് സെൻസിറ്റീവ് ടു ഫോൾട്ടി കണ്ടീഷൻസ്. അതായത് എന്ത് ഇലക്ട്രിക്കലിൻ്റെ ചെറിയൊരു പ്രോബ്ലം വേരിയേഷൻ വന്നാലും ELCB ട്രിപ്പോ. അപ്പോൾ നമുക്ക് വയറ് തമ്മിൽ ടച്ച് ആവുകയോ ഉപകരണങ്ങൾ ഡാമേജ് ആവുകയോ കണക്ഷൻ കൊടുത്ത് തെറ്റാവുകയോ അല്ലെങ്കിൽ ഉപകരണം പൂർണ്ണമായി കേട് വരികയോ അല്ലെങ്കിൽ ഫേസോ ന്യൂട്രൽ ഏതെങ്കിലും എർത്തുമായി ബോഡിയുമായി ടച്ച് ആവുകയോ ചെയ്താൽ ഓൺ ദ സ്പോട്ടിൽ എന്താവും, സെൻസ് ചെയ്യുകയും അത് കട്ടാവുകയും സർക്യൂട്ടിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ ഇലക്ട്രിക്കലിന് ഷോക്കിൻ്റെ അപകടം നിന്നും രക്ഷിക്കും. ഇതിനെ ഒരു 2 വർഷം വരെ 2-3 വർഷം വരെ KCB ELCB ഇല്ലാതെ എല്ലാ വീടുകളും കണക്ഷൻ കൊടുത്തിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 3 വർഷം 4 വർഷം ശേഷമാണ് KCB തന്നെ ELCB സ്ട്രിക്റ്റ് ആക്കിയിട്ട്. മറ്റേത് നമ്മൾ ഇലക്ട്രീഷ്യന്മാരെ ക്ലൈൻറ്റിൻ്റെയും ആവശ്യാനുസരണം ELCB വെക്കാം വെക്കാതിരിക്കാം അങ്ങനെയായിരുന്നു ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുത്തിരുന്നത്. അതായത് പണിയെടുക്കുന്ന സൈറ്റുകളിൽ അശ്രദ്ധമായിട്ടും അലങ്കോലമായിട്ടാണ് വയറുകൾ പ്ലഗുകൾ എല്ലാം ഇടുന്നത്. അങ്ങനെ വർക്ക് നടക്കുന്ന സൈറ്റുകളിൽ നമ്മൾ കറണ്ട് കണക്ഷൻ എടുക്കുകയും അതൊരു മീറ്റർ മെയിൻ സ്വിച്ച് പ്ലഗ് ഉണ്ടാവും. അതിൽ കുറേ കട്ടർ ഗ്രൈൻഡർ കുറേ വെൽഡിങ് സെറ്റ് ഉപകരണം ഉണ്ടാവും. ചൂടായിട്ട് വയറിൻ്റെ ഇൻസ്റ്റേഷനിൽ പോയിട്ട് വെള്ളത്തിൽ കിടക്കുന്നുണ്ടാവും, ഉരുകിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഇൻഡസ്ട്രിയൽ പർപ്പസ് ഒക്കെ ആണെങ്കിൽ മെറ്റൽ ബോഡികൾ ഉണ്ടാവും. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ലാബേഴ്സ് ഇതൊന്നും അറിയാതെ നടന്നു പോവുകയോ ടച്ച് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുകയും മരിക്കുകയും അങ്ങനെ മരണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ വളരെ അപകടങ്ങൾ KCBക്ക് റിപ്പോർട്ട് കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ KCB വളരെ സ്ട്രിക്റ്റ് ആയിക്കൊണ്ട് കേരളം മൊത്തം ഒരു 3-4 വർഷത്തിന് ശേഷം എനി കണക്ഷൻ ഏത് കണക്ഷനാണെങ്കിലും ELCB ഇല്ലാത്ത കണക്ഷൻ കൊടുക്കില്ല എന്ന് സ്ട്രിക്റ്റായി ഓർഡർ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. Nascent tripping, especially during thunderstorms when an installation has 2 connections to earth. A nearby high current lightning terminal strike will cause voltage against the coil. നമ്മളെ ഇടിമിന്നൽ വരുമ്പോൾ ഹൈ വോൾട്ടേജ് വരുമ്പോൾ കോയിലിനെ ചലിപ്പിക്കും. പ്രസന്റ് ചെയ്ത ELCB സെൻസ് കോയിൽ, ELCBനകത്തുള്ള കോയിൽ സെൻസ് ചെയ്യും ത്രൂ വോൾട്ടേജ്
കേസ് ടു ട്രിപ്പ്. ആ വോൾട്ടേജ് വ്യത്യാസം ട്രിപ്പ് ആവാൻ വേണ്ടി സഹായിക്കും. ഇഫ് ദ ഇൻസ്റ്റലേഷൻ എർത്ത് റോഡ് ഈസ് പ്ലേസ്ഡ് ക്ലോസ് ദ എർത്ത് റോഡ് നെയ്ബറിംഗ് ബിൽഡിങ്ങിന് അടുത്ത് തന്നെ എർത്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സൗകര്യം. എർത്ത് റോഡ് പ്രൊവൈഡ് പോസ്റ്റ് എർത്ത് റോഡ് നെയ്ബറിംഗ് ബിൽഡിങ്ങിൻ്റെ അടുത്ത് തന്നെ എർത്ത് പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്യും. ഹൈ എർത്ത് ലീക്കേജ് കറണ്ട് അതർ ബിൽഡിംഗ് ക്യാൻ റൈസ് the local ground potential and case of voltage difference across the two earths again tripping. രണ്ട് ബിൽഡിങ്ങുകൾ അടുത്തുണ്ടെങ്കിൽ അതിലെ വ്യത്യാസം വരുമ്പോൾ ട്രിപ്പ് ആവാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ ഇതിലുള്ള ഗുണങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ്, ദോഷങ്ങൾ. LCB കണക്ട് ചെയ്താൽ എന്താണ് സർക്യൂട്ടിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ്. ദേ ഡു നോട്ട് അലൗ എ സിംഗിൾ ബിൽഡിംഗ് സിസ്റ്റം ടു ബി ഈസിലി സ്പ്ലിറ്റ് ഇൻ ടു ഓർ സെക്ഷൻ വിത്ത് ഇൻഡിപെൻഡൻറ്റ് ഫോൾട്ട് പ്രൊട്ടക്ഷൻ. ഒരു ബിൽഡിങ്ങിന് ഒരു കണക്ഷന് ഒന്ന് അനുവദിക്കുള്ളൂ. അപ്പോൾ ഒന്നിലധികം കണക്ഷൻ്റെ അത്രയും LCBകൾ കണക്ട് ചെയ്യേണ്ടതുണ്ട്. ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പറ്റുകയില്ല. As electrically leaky appliances such as some water heaters, washing machine and cookers, any cause of LCB. എന്തെങ്കിലും ഇലക്ട്രിക്കൽ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ പെട്ടെന്ന് ട്രിപ്പ് ആയിക്കൊണ്ടേയിരിക്കും. അത് നമുക്കൊരു തലവേദനയായി തോന്നും, എങ്കിലും പ്രൊട്ടക്ഷനാണ്. They do not detect fault, not pass current through to the CPC, സർക്യൂട്ട് പ്രൊട്ടക്ഷനിൽ വരുന്ന ഉപകരണം. സിംഗിൾ പേസ് LCBൻ്റെ ഫോട്ടോ ആണ് കാണുന്നത്, സർക്യൂട്ട് ഫോട്ടോ. ഇതിലൊരു വാട്ട് ഈസ് യൂസ് ടു ടെസ്റ്റ് ബട്ടൺ ഓൺ LCB എന്നൊരു ക്വസ്റ്റ്യൻ കൊടുത്തു. എന്താ പറഞ്ഞതിൻ്റെ മലയാളം, എന്താണ് ടെസ്റ്റ് ബട്ടൺ? LCBയിലെ ഏത് വീടുകളിലും ഈ സാധനം പോകുമ്പോൾ അതിന് മുകളിൽ ഏതെങ്കിലും കളറിൽ ബ്ലാക്കോ മഞ്ഞയോ നീലയോ ആയിക്കൊണ്ട് ഒരു റൗണ്ട് ബട്ടൺ, ടെസ്റ്റ് ബട്ടൺ ഉണ്ടാവും, നോബ് ഉണ്ടാവും. നമ്മൾ കണക്ഷൻ കൊടുക്കുകയും ലോഡ് കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് ഈ മഞ്ഞ ബട്ടൺ പ്രസ്സായി കഴിഞ്ഞാൽ ഈ നോബ് മുകളിലേക്ക് ഓൺ ആയി കഴിഞ്ഞാൽ നോബ് സ്പോട്ടിൽ ട്രിപ്പ് ആവും, ഓഫ് ആവും. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തെങ്കിലും ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ട്രിപ്പ് ആവും. പിന്നെ കൂടുതൽ നേരം പൊക്കി നിർത്താനോ പ്രസ് ചെയ്യാനോ പാടില്ല. ലോഡ് വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ ചെക്ക് ചെയ്ത് ആ ഫോൾട്ട് കണ്ടുപിടിച്ച ശേഷമേ ആ ബ്രേക്കർ നിലനിർത്താൻ പറ്റും. ഇതാണ് അതിൻ്റെ ടെസ്റ്റ് ബട്ടൺ എന്ന് പറയുന്നത്. ഇതിൽ മഞ്ഞ കളറാണ്, ചിലത് ബ്ലാക്ക് ആയിരിക്കും, ചിലത് നീലയായിരിക്കും. പിന്നെ ഈ ബ്രേക്കറിന് മുകളിൽ നമ്മൾ ഇതിൻ്റെ മാക്സിമം ആംബിയർ കപ്പാസിറ്റിയും മിനിമം കറണ്ട് കപ്പാസിറ്റിയും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. സാധാരണ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആവുന്നത് 40 ആംബിയർ, 63 ആംബിയർ, 100 ആംബിയർ എന്നീ റേഞ്ചിലുള്ള LCBകളാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. അത് നമുക്ക് ഇതിന് മുകളിൽ എഴുതിയിട്ടുണ്ടാവും. പിന്നെ മില്ലി ആംബിയർ റേറ്റ് എഴുതിയിട്ടുണ്ടാവും. 30 മില്ലി ആംബിയർ, 100 മില്ലി ആംബിയർ, 300 മില്ലി ആംബിയർ. അത്രയും അതിൽ ഇൻഡിക്കേറ്റ് ചെയ്തില്ല. കറണ്ട് കപ്പാസിറ്റി 30 മില്ലി ആംബിയറിന് അതിനേക്കാൾ കൂടുതൽ കറണ്ട് അതിൽ പാസ് ചെയ്താൽ ഇത് നോബ് ട്രിപ്പ് ആവും. ഇപ്പോൾ നമ്മൾ അയൺ ബോക്സ് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ട് എങ്കിൽ ആ കുത്തുന്നതോടുകൂടി നമ്മുടെ സ്ക്രൂവിൽ ട്രിപ്പ് ആവും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, the test facility provided to on the home LCB will only confirm the LCB ഉണ്ട്. LCB കംപ്ലൈൻ്റ് ആണോ ഇല്ലയെന്ന് നോക്കണം. അതിന് നമ്മൾ ജസ്റ്റ് കണക്ഷൻ കറക്റ്റായി കൊടുത്തിട്ട് ടെസ്റ്റ് ബട്ടൺ കൊടുക്കുകയും അതിന് വർക്കിംഗ് ആണോ എന്ന് കൺഫേം ചെയ്യുകയും വേണം. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ടെസ്റ്റ് ബട്ടൺ ഓൺ ആക്കിയിരിക്കണം എന്നാണ് കമ്പനികൾ പറയുന്നത്. അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാകും, എവരി 1 month is press to ടെസ്റ്റ് ബട്ടൺ.
ടി ബട്ടൺ. അതല്ല എങ്കിൽ ടെസ്റ്റ് ബട്ടൺ തന്നെ നിൽക്കിയാൽ താവുന്നില്ലെങ്കിൽ നമുക്ക് ഷോക്ക് അടിച്ച് വെച്ച് കഴിഞ്ഞാലും അത് കണക്റ്റഡ് ആയിരിക്കും. The test facility does not confirm that LCB will trip and electric shock hazard occur. പഴയ സമയങ്ങളിലൊക്കെ ഇത് ട്രിപ്പാകാനുള്ള സാധ്യത കൂടുതൽ വരുന്നത്. നമുക്ക് LCB ഫസ്റ്റ് ഇയറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഓടിച്ച് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ചെയ്യിച്ച ഭാഗങ്ങളും മറ്റുള്ള വിശദ വിവരങ്ങളും ഒന്നുകൂടി നമുക്ക് പ്രാക്ടിക്കലായിട്ട് തന്നെ ലാബിൽ ചെയ്യാവുന്നതാണ്. MCB നമ്മൾ കാണിച്ചു, അതുപോലെ തന്നെ നമ്മൾ ELCBയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ELCB നിർബന്ധമാണ്. ELCB ഇന്ന് കൊടുക്കുന്ന ഭാഗത്ത് ഫേസ് ന്യൂട്രൽ ഇന്നും, ഔട്ട് കൊടുക്കുന്ന ഭാഗത്ത് ഫേസ് ന്യൂട്രൽ ഔട്ട് എഴുതുകയും, കറണ്ട് ഉള്ള സമയങ്ങളിൽ മാത്രമേ ടെസ്റ്റ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്താൽ കറണ്ട് ELCB ഓഫ് ആവുകയുള്ളൂ. നമ്മൾ പോയി ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു, ആ സമയങ്ങളിൽ KSB സപ്ലൈ വരുന്നില്ല എങ്കിൽ സ്വിച്ച് ഓൺ വരും, പക്ഷേ ഈ യൂണിറ്റ് പെർഫെക്റ്റ് ആവില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയും കണക്ഷൻ കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ ELCB വെച്ചാൽ ഇലക്ട്രീഷ്യന്മാർക്ക് അല്ലെങ്കിൽ വീടുകൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് വള്ളത്തിലിടുന്ന മോട്ടറുകളാണ്. സബ്മേഴ്സിബിൾ മോട്ടർ, സാധാ കിണറും വെൽ കിണറും, ഓപ്പൺ വെൽ മോട്ടറുകളും ബോർവെൽ മോട്ടറും. എന്തെങ്കിലും ഇൻഡക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കറണ്ട് ബോഡിയിൽ വരികയും ബോഡിയിൽ നിന്ന് വെള്ളത്തിലേക്കും വെള്ളം ഭൂമിയിലേക്ക് ടച്ച് ആകുമ്പോൾ നമ്മുടെ സ്പോട്ടിൽ നമുക്ക് ട്രിപ്പ് ആവുകയും അപ്പോൾ സാധനം ബുദ്ധിമുട്ടാകും. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ആ ഫാൾട്ടുള്ള കംപ്ലൈൻറ്റ്സ് എന്താണോ അത് മാറ്റി ശരിയാക്കുക. അതല്ലാതെ ELCB എടുത്ത് ഒഴിവാക്കുകയോ ELCBയുടെ കണക്ഷൻ മാറിക്കുകയോ വേറെ ELCB കണക്ട് ചെയ്യുകയോ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഏകദേശം ELCBയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കുകയോ വിളിക്കുകയോ ചെയ്യാം. എല്ലാവർക്കും സഹകരണം നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും, ITയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും കഴിഞ്ഞ ഈ ക്ലാസ്സും ഇതിന് മുന്നേ എടുത്ത എല്ലാ ക്ലാസ്സുകളും മറ്റ് അധ്യാപകരെടുത്ത ക്ലാസ്സുകളും നിമേഷ് മാഷ്, ഹരി മാഷ് എടുത്ത എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇന്നെടുത്ത ക്ലാസ്സൊക്കെ നമ്മൾ എല്ലാം പുസ്തകത്തിൽ നിങ്ങൾ എഴുതണം. നമ്മൾ ഒരു വീഡിയോ കാണുന്നവരെ കാണുകയും അതങ്ങനെ തള്ളിവിടുകയും ചെയ്യാൻ പാടില്ല. ഇത് നമ്മളെ ജീവിതത്തിലുള്ള പകർത്തേണ്ട, കൊണ്ടുനടക്കേണ്ട എല്ലാ ഓരോ ഘട്ട ഉപകരണങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് അഗാധമായി പഠിക്കുകയും പ്രാക്ടിക്കൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇതിനെ കൂടുതൽ പഠിക്കാനും കൂടുതൽ ഇടപഴകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയുന്ന വിവരങ്ങളെല്ലാം നോട്ട് എഴുതുകയും അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു നല്ലൊരു ഓർഡറിലാക്കി മാറ്റുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ നിർത്താൻ പോവാണ്. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.